എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള സാമ്പാറാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിഷുവിന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ മസാലക്കൂട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാമ്പാർ പൊടി തയ്യാറാക്കിയ ശേഷം ഈ പൊടിയാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 20 വറ്റൽമുളക് എന്ന് പറയുമ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല കളർ കിട്ടും, എന്നാൽ എരിവും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഉണക്കിയത് എടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈ കോക്കനട്ടാണ്. ഡ്രൈ കോക്കനട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കും, എന്നാലും ഡ്രൈ കോക്കനട്ട് തന്നെ ഇതിലേക്ക് വേണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനെയുള്ള മല്ലി തന്നെ വേണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി 1-2 ഐറ്റം കൂടി ചേർക്കും. അതാ ചേർക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഉണക്ക തേങ്ങ ഉണ്ടല്ലോ, കൊപ്ര, അതിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ നമ്മളിത് ചൂടാക്കി എടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് കരിഞ്ഞു പോകുമ്പം ശരിക്കും അതിൻ്റെ ആ ടേസ്റ്റും മണവും ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ ആ ഫ്ലേവർ തന്നെ മാറും. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റായി വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ അതാവുമ്പോൾ നല്ല കളറും കിട്ടും, എന്നാൽ എരിവ് അധികം ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾക്ക് സാധാരണ മുളക് മതിയെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അതാവുമ്പോൾ ഇത്രയും ഇടണം എന്നില്ല. ഇത്രയും ഇട്ട് കൊടുത്താൽ നമ്മൾ ഇത്രയും പൊടിയും സാമ്പാറിലേക്ക് ചേർക്കില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാത്രമേ സാമ്പാറിലേക്ക് ചേർക്കത്തുള്ളൂ. ഇത്രയും കൂട്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴേക്ക് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ സാമ്പാർ റെഡിയാക്കുന്നത്. ഈ വറ്റൽമുളക് ചൂടായി വരുന്ന സമയം ഞാനിവിടെ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കടലപ്പരിപ്പും ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കും. സാമ്പാർ പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചെറിയ ജീരകവും ഉലുവയും മാത്രം ഇനി ലാസ്റ്റിൽ എടുക്കാറാകുന്ന സമയത്ത് ചൂടാക്കത്തേ ഉള്ളൂ. കാരണം അത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് എടുക്കുന്നത്. ഇതിവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകവും ഉലുവയും കൂടി ഇട്ട് ഒന്നിളക്കി കൊടുക്കാം. ഈ ചെറിയ ജീരകവും ഉലുവയും ഒരു 3-4 മിനിറ്റ് ഇതിൽ കിടക്കുമ്പോഴേക്ക് നല്ലതുപോലെ അതൊന്ന് മൂത്ത് കിട്ടും. ആ സമയം ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് നമ്മളിത് തണുത്ത ശേഷം മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. അത് പൊടിച്ചെടുക്കുന്ന സമയത്തേ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്താണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. ഇതിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിവിടെ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സാമ്പാർ പരിപ്പാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരെ ഇത് ഞാൻ വേവിച്ചെടുക്കും. ഞാനിവിടെ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കും. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 വിസിൽ വരെ ഞാനിത് വേവിച്ചെടുക്കും. 2 വിസിൽ കേട്ട് കഴിഞ്ഞ ശേഷം ഇതിനുള്ളിലെ സ്റ്റീം പോയിട്ടേ ഞാനിത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഞാൻ പൊടിക്കാനുള്ളതെല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് പൊടിക്കുന്ന ജാറെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടോ, സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല മണം കേട്ടോ. ഇതിൻ്റെ മണം നഷ്ടപ്പെടാതെ
ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഇത്രയും പൊടി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഉപയോഗിക്കുന്ന സമയം ഞാൻ കാണിച്ചു തരാം നമ്മൾ എത്ര പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നതെന്ന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഞാനിത് മാറ്റി വയ്ക്കും. ഇത് ചെറു ചൂടുവെള്ളമാണേ, അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് പുളി പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിനി മാറ്റി വെച്ച ശേഷം സാമ്പാർ റെഡിയാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാറിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 10-20 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, കത്തിരിക്ക എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക, പടവലം, പച്ചമുളക്, അമരയ്ക്ക, പിന്നെ ഈ ശീമച്ചേമ്പുണ്ടല്ലോ അതൊരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടു. പിന്നെ ഞാൻ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കും. വെണ്ടയ്ക്ക ഞാൻ ആദ്യം ചേർക്കത്തില്ല, താളിച്ചൊഴിക്കുന്ന സമയത്ത് മാത്രമേ വെണ്ടയ്ക്ക ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വെജിറ്റബിൾസ് വേണ്ടത് അതിന് പാകത്തിന് നിങ്ങൾ എടുത്താൽ മതി. അപ്പം ഞാൻ ടൊമാറ്റോ 2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് വേവിക്കാൻ പോവുകയാണ്. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേയറിൻ്റെ കാസ്ട്രോൾ എന്ന് പറയുന്ന സോസ് പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലാണ് ഞാൻ ഇന്ന് സാമ്പാർ തയ്യാറാക്കുന്നത്. ഇതാകുമ്പോൾ കണ്ടോ നല്ല താഴ്ചയുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിന് സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനു മുൻപ് ഞാൻ വാങ്ങിയ മേയറിൻ്റെ മറ്റൊരു പാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതേ മോഡലിൽ തന്നെ ഈ കാസ്ട്രോൾ എന്ന് പറയുന്ന സോസ് പാൻ ഞാനിവിടെ വാങ്ങിച്ചത്. ഇന്ന് ഇതിലാണ് സാമ്പാർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. 2 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പോളം തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇത്രയും വെജിറ്റബിൾസിനാണ് ഞാൻ 3 കപ്പ് തിളച്ച വെള്ളം എടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഈ സമയം 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കും. ഈ വെജിറ്റബിൾസിലേക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും ഞാൻ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഈ വെജിറ്റബിൾസ് വെന്ത ശേഷം മാത്രമേ ഇനി ഈ പരിപ്പ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഏകദേശം വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൊള്ളാം കേട്ടോ, എനിക്ക് ഈ പാത്രം നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഫ്രീ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതിവിടെ ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് ഇനി വേവിച്ചെടുക്കണം. ഇതിനിടയിൽ നമുക്ക് താളിച്ച് പൊടികളും ചേർത്ത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 4 വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തത്, ഇളക്കാൻ സൗകര്യത്തിന്. നമ്മൾ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയില്ലേ അതിട്ട് കൊടുക്കണം. ഇത്രയും വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച്, നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതായത് പൊടികൾ കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സാമ്പാർ ഇതുപോലെ തിളച്ച് വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് മല്ലിയില എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി സാമ്പാറാണ്. അപ്പം ഞാൻ ഇനി ഇത് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി അടപ്പ് മാറ്റിയിട്ട് നോക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഈ ടൈപ്പിൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.